അങ്ങനെ ഗൈസ്, ഒരു വർഷമായി ഞാൻ മലപ്പുറത്ത് വീണ്ടും വന്നിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഒരു വർഷമായിരിക്കുകയാണ്. കറക്റ്റ് റംസാൻ്റെ ടൈമിലായപ്പോഴാണ്. ആ സമയത്ത് റംസാൻ ഓൾമോസ്റ്റ് റംസാൻ്റെ ഇൻ ബിറ്റ്വീനാണ് ഞാൻ വന്നതെങ്കിൽ, ഇപ്പോൾ റംസാന് മുന്നെയാണ് ഞാൻ എത്തിയിരിക്കണേ. റംസാന് മുന്നേ 2 ആഴ്ചക്ക് മുന്നെയാണ് ഞാൻ എത്തിയിരിക്കണേ കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പഴയ തറവാടാണ്. അപ്പോൾ അവർ വീട് ഇവിടെ മാറി താമസിച്ചിരിക്കുകയാണ്. മാറി പണിതിട്ട് വേറെ പുതിയത് പണിതിട്ട് അവിടെ മാറി താമസിക്കുകയാണ്. അങ്ങനെ ഈ വീട് വാടക കൊടുത്തപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് താമസിച്ചത്. എൻ്റെ അനിയത്തിയും അമ്മയും ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നും. ഓട്ടോയുടെ ശബ്ദമുള്ള, നിൽക്കുന്നില്ല പോകുന്നുമില്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അങ്ങനെയല്ലേ? അത് വേറൊന്നുമല്ല, റംസാൻ വരികയാണല്ലോ. 2 ദിവസമുള്ളൂ. ഇന്ന് വ്യാഴാഴ്ചയാണ്. വെള്ളി, ശനി, ഞായർ ഏതെങ്കിലും ഒരു ദിവസം നിശ്ചയിക്കപ്പെടും എന്നാണ് റംസാനിന്. അപ്പോൾ വിറകിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ തന്നെ വിറക് ശേഖരണം ഇവിടെ ചെയ്യും. നാട്ടിൻ പ്രദേശം ആയത് കാരണം വിറകടപ്പിനാണ് കുറച്ചും കൂടി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സ്റ്റവ് ഇല്ലാതില്ലായികയൊന്നുമില്ല, എന്നാലും അപ്പോൾ വിറക് നേരത്തെ തന്നെ ശേഖരിച്ച് വെക്കണം. കാരണം നോമ്പ് നോൽക്കുന്ന സമയത്ത് ഭയങ്കര ക്ഷീണമായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് വിറക് വെട്ടാനും അത് ശേഖരിക്കാനുള്ള ഊർജ്ജമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ വിറക് എടുത്ത് വെച്ച് അത് അരിയാനുള്ള സംഭവം വീട്ടിൽ കൊണ്ടുവന്ന് ഓട്ടോയിൽ കൊണ്ടുവന്ന് ചെയ്തിരിക്കുകയാണ്. പെട്ടി ഓട്ടോയിലാണ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ആ വലിയ വർഗം കഷ്ണം ഉരുട്ടിയാണ് കൊണ്ടുപോകുന്നത്. ആണുങ്ങളൊന്നുമല്ല, അവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഐക്യമൊക്കെ കാണുമ്പോഴാണ് ഇത്തരം പെരുന്നാളുകളുടെ സന്തോഷവും ആ ഒരു സുഖമൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതാണല്ലേ സംഭവം. വലിയ വിറക് മുട്ടികൾ ഈ ബ്ലേഡിൻ്റെ അടിയിൽ കൊണ്ട് വെക്കുമ്പോൾ അത് ഇങ്ങനെ താഴ്ത്തിയിട്ട് അത് കഷ്ണങ്ങളായിട്ട് വിറകായിട്ട് മാറ്റി വെക്കും. സോ ഇതുപോലത്തെ മലപ്പുറം റംസാൻ വിശേഷങ്ങളുമായി വീണ്ടും